ഡോക്ടർ, ഈ ചെവി മൂളൽ ഒരു രോഗിയെ എത്രത്തോളം ഇന്റൻസ് ആയിട്ട് ബാധിക്കും? ഈ ടിനിറ്റസ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ സ്വമേധയാ അതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കാറുണ്ട്. അതായത് നമ്മൾ വി ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. പക്ഷെ ചിലരിൽ അത് ഉറക്കക്കുറവുണ്ടാക്കുകയും അത് സ്ട്രെസ്സിൻ്റെ അളവ് കൂട്ടുകയും വിഷാദത്തിലോട്ട് പോവുകയും ഡിപ്രഷനിലോട്ട് പോകുന്ന അവസ്ഥയിൽ വരെ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? ചെവി മൂളുക എന്ന് പറയുമ്പോൾ നോർമലി ഇല്ലാത്ത ഒരു സൗണ്ടാണ് ബ്രെയിൻ പെർസീവ് ചെയ്യുന്നത്. അതായത് ബ്രെയിൻ കേൾക്കുന്നു. ബ്രെയിൻ നോർമലി ഒരു സൗണ്ട് കേൾക്കുമ്പോൾ സ്കാൻ ചെയ്യുന്നു. വൈ ഡസ് ഇറ്റ് സ്കാൻ? അതായത് നമുക്ക് അപായം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണോ എന്നാണ് ബ്രെയിൻ ചുറ്റുപാട് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഒരു സോഴ്സ് ബ്രെയിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ശബ്ദം ഒരു സ്ട്രെസ് ഉണ്ടാകും. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശബ്ദത്തിൻ്റെ അളവ് വീണ്ടും കൂടുന്നു. ശബ്ദത്തിൻ്റെ അളവ് കൂടുമ്പോൾ സ്ട്രെസ് കൂടുന്നു. ഇതൊരു സൈക്കിളായിട്ട് മാറുന്നു. ഇത് കാലങ്ങളോളം പോയി കഴിയുമ്പോൾ അതൊരു വിഷാദത്തിലോട്ടും ഉറക്കമില്ലായ്മയിലോട്ടും എല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടിനിറ്റസ് റീട്രെയിനിങ് തെറാപ്പിക്ക് വേണ്ടി വരേണ്ടതാണ്. അതിലൂടെ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും.